സുഖല്ലേ? ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. ഒരു ഇഡ്ഡലി വെട്ട് ദോശ ഇൻസ്റ്റന്റ് ആയിട്ട് മാവ് കലക്കി അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബേക്കിംഗ് സോഡ ഒന്നും വേണ്ട കേട്ടോ. അടിപൊളി ദോശയാണ്. അതിന് കോമ്പിനേഷനായിട്ട് ഒരു ചമ്മന്തി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചേക്ക്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 3/4 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ പുട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി. 1/2 കപ്പ് റവ, 1/4 കപ്പ് ഗോതമ്പ് മാവ്, 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, 1 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ നാരങ്ങ നീര്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഫസ്റ്റ് മാവിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് റെഡിയാക്കി എടുക്കണം. കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ചേർത്തിട്ട് ലാസ്റ്റ് എന്തോരം വെള്ളം വേണ്ടി വന്നു എന്നുള്ളത് പറയാം. 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത്ര ലൂസാക്കിയാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. റവ ചേർത്ത കാരണം 10 മിനിറ്റ് ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു ചട്നി അരച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, 1 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് മല്ലിയില, ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മൾ തൈര് ചേർത്ത കാരണം വെള്ളം ആവശ്യം വരില്ല. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ചട്നി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. തൈരിലെ വെള്ളം മാത്രമേ ഉള്ളൂ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ചമ്മന്തി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വറുത്തിടാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ചുവന്ന മുളക് ചേർക്കുന്നുണ്ട്, കുറച്ച് വേപ്പില. ഇനി ഇത് ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ദോശ റെഡിയാക്കാം. മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക്. റവ ചേർത്ത കാരണം ഇനി വെള്ളം വേണമെന്ന്. റവയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാട്ട. ഒരു 1/4 കപ്പും കൂടി. നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു ദോശ ഉണ്ടാക്കി നോക്കുമ്പോൾ ദോശ കട്ടി തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാട്ട. 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2.25 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം വെള്ളം വേണോ വേണ്ടേന്ന്. ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രമാണ് അടുപ്പത്ത് വെച്ചേക്കണത്. എൻ്റെ കയ്യിലുള്ള ദോശക്കല്ലിന് വക്കില്ല. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഈ വക്കില്ലാത്ത കാരണം പുറത്തേക്ക് വരും. അപ്പം ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ ദോശ ഉണ്ടാക്കാൻ പോണത്. പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പാത്രം നല്ല ചൂടായിരിക്കും. പാത്രമല്ല, നിങ്ങൾ ദോശക്കല്ല് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ദോശക്കല്ല് നല്ല ചൂടായിരിക്കുമ്പോൾ വേണം മാവ് ഒഴിക്കാനായിട്ട്. ഓരോ ദോശ ഒഴിക്കുമ്പോഴും മാവ് നല്ലോണം മിക്സ് ചെയ്യണം. റവ അരിപ്പൊടിയൊക്കെ ആയാൽ അടിയിൽ പോയി തങ്ങിയിരിക്കും. ഇനി നല്ലോണം മൊരിയട്ടെ. ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ദോശ മറിച്ചിടാം. ഇതിങ്ങനെ കയ്യിൽ തന്നെ എടുത്തിടാൻ പറ്റും കേട്ടോ. മറിച്ചിട്ട് അടിഭാഗം നമുക്ക് ക്രിസ്പിയാക്കി എടുക്കണം. അടിഭാഗം ആയിണ്ടാവും. നമുക്ക് പാനിൽ നിന്ന് ദോശ മാറ്റാം. മാവ് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഓരോ ദോശ ഒഴിക്കുമ്പോഴും നല്ലോണം മിക്സ് ചെയ്യാട്ടോ. എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഇടിവെട്ട് ദോശ റെഡി ആയിട്ടാ.
ചമ്മന്തി റെഡിയായി. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.